ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷു സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് വിഷുക്കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് വിഷുക്കഞ്ഞി തയ്യാറാക്കി എടുക്കാറുള്ളത്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് വൻപയറാണ്. വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കണം. ഇപ്പോൾ വൻപയർ ഇല്ലെങ്കിൽ ചെറുപയർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ചെറുപയർ ഇട്ടും ചില സ്ഥലങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്. ഒരു 7-8 മണിക്കൂർ നന്നായിട്ട് കുതിർത്തി എടുക്കുക കേട്ടോ. രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി വെള്ളത്തിലിട്ടാൽ മതി. ഞാനിപ്പം 3 മണിക്കൂറേ കുതിർത്തി എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടില്ല. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. നല്ലവണ്ണം കുതിർത്തിയെടുത്ത പയറാണെങ്കിൽ ഒരു വിസിലൊക്കെ മതിയാവും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ 3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുകയാണ്. പ്രഷർ കംപ്ലീറ്റ് പോയിട്ട് വേണം കുക്കർ തുറക്കാൻ. വേവിച്ചെടുക്കുമ്പോൾ ഉള്ള വെള്ളം നിങ്ങൾ കളയരുത്, അത് നമുക്ക് കഞ്ഞിയിൽ ഒഴിക്കാം. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. വിഷുക്കഞ്ഞി പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. നല്ല പായസം പോലെ മധുരം ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്, മധുരം ഇടാതെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ റെസിപ്പിയിൽ കുറച്ച് മധുരം ചേർക്കുന്നുണ്ട്, പക്ഷെ പായസത്തിനെ പോലെ അത്രയ്ക്ക് മധുരം ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് ഉപ്പും ചേർക്കേണ്ടി വരും. ഇങ്ങനെ കുറച്ച് മധുരം ചേർക്കുന്നുണ്ട് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഞ്ഞി കുടിക്കാൻ പറ്റും. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കാണ്, അല്ലെങ്കിൽ മധുരം വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ശർക്കര ഉരുക്കി എടുക്കേണ്ട ഈ സ്റ്റെപ്പ് അങ്ങ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഞാനിവിടെ 1/3 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് പായസം പോലെ വയ്ക്കണം. മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മധുരം കൂടുതൽ ചേർത്താൽ മതി. അപ്പോൾ ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇനി ഒരു ചുവട് കെട്ടിയുള്ള പാത്രത്തിലോട്ട് ഞാൻ 7 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 1 കപ്പ് ഉണക്കലരി നന്നായിട്ട് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പായസ അരി എന്നും പറയും. ഉണക്കലരിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഇനി ഈ അരി നന്നായിട്ടൊന്ന് വെന്ത് വരണം. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്, അടിക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തോടൊപ്പം തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 നുള്ള് ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മധുരം ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ശർക്കര പാനി ചേർക്കണ്ട. അവസാനമായിട്ട് നല്ല കട്ടിയുള്ള 1/4 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. നല്ല മധുരത്തിൽ പായസം പോലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 നുള്ളൊക്കെ ചേർത്താൽ മതി. ഇത് നമ്മൾ കഞ്ഞി പോലെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കേണ്ടി വരും. തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കുക. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കുക. ഇനി നമുക്കിത് കഞ്ഞിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. മധുരം ഇടാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ മാങ്ങാ ചമ്മന്തിയും അല്ലാതെ സാദാ ചമ്മന്തിയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതുപോലെ ചെറിയ മധുരമൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെറുതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വിഷുവിനുണ്ടാക്കുന്ന വിഷുക്കട്ടയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.